ഇപ്പൊ എല്ലായിടവും ഉത്സവങ്ങളൊക്കെ തുടങ്ങി കാണുമല്ലോ. ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ കേട്ടോ. വലിയ ഉത്സവത്തിന്റെ തലേന്നാ കേട്ടോ കോലത്തിന്റെ കൂടെ താലപ്പൊലി എടുക്കുന്നത്. ഞങ്ങൾ അന്നും പോയായിരുന്നു. അതിന്റെ മുന്നേ നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് ഒരു നേർച്ച താലപ്പൊലി ഉണ്ടായിരുന്നു. ചൂരക്കേട്ട കുടുംബം വകയുള്ള നേർച്ചക്കോലോ അതിന്റെ കൂടെയുള്ള താലപ്പൊലി എല്ലാ വർഷവും ഉള്ളതാ. താലപ്പൊലിയുടെ എണ്ണം വർഷം തോറും കൂടുന്നതല്ലാതെ കുറവൊന്നും വന്നിട്ടില്ല. ഈ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലുണ്ട്. താലപ്പൊലിയും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് കോലം അമ്പലത്തിൽ കയറി ചെന്ന് അനുഗ്രഹിച്ച് കഴിയുമ്പം കോഴിയെ ജീവനോടെ കടിച്ചു കീറി രക്തം കുടിക്കുന്ന ഇതിന്റെ ഒരു ആചാരം. അങ്ങനെ താലപ്പൊലിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയപ്പം 10-11:30 ആയി കേട്ടോ. പിറ്റേന്ന് വലിയ ഉത്സവം. തലേന്നത്തെ ക്ഷീണം കാരണം എഴുന്നേക്കാൻ ഇച്ചിരി താമസിച്ചു പോയി. എണീറ്റ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പൊങ്കാലച്ചോറ് എത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ രാത്രി പൊങ്കാല ഉണ്ടായിരുന്നു. 2 ഇടത്തെ പൊങ്കാലച്ചോറ് വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ കാപ്പിക്ക് അപ്പവും മുട്ടക്കറി ആയിരുന്നു. ഉച്ചയ്ക്ക് ഉത്സവം ഒരുങ്ങാനായിട്ട് ചിക്കനും മീനും ബീഫും എല്ലാം ഉണ്ട്. പിന്നെ അതിന്റെ ജോലിയൊക്കെ ഒതുക്കി വെച്ച് ഊണൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ മുക്കിനും ഒന്ന് കൊട്ട്. ഞങ്ങൾ 1-ാം കര കേട്ടോ. അപ്പൊ ഞങ്ങളുടെ കുതിര പുറപ്പെടാനുള്ള സമയമായെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ചെന്ന്. നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് സിനിമാ കഥാപാത്രങ്ങളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്കിതിനകത്ത് നമ്മുടെ രംഗണ്ണനെയും അമ്പിളിയെ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും വേറെ ആരെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണം. ഇനി എനിക്ക് മനസ്സിലാവാഞ്ഞതാണെങ്കിലോ. കുതിരയെ പിടിക്കും മുന്നോടിയായി ബാൻഡുമേളവും ചെണ്ടമേളവും പിന്നെ അവിടെ നിന്നവരുടെ ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ എല്ലാ അകമ്പടിയോടെ കുതിരയെ പിടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളവിടെയുള്ള കുട്ടീസും കൂടെ കയറെ പിടിച്ചിട്ടുണ്ട്. അവരുടെ വിചാരം അവരാണ് ഈ കുതിരയെ പിടിക്കുന്നതെന്നാണ്. പിന്നെ ഞാനും ആ കയറയിലൊന്ന് പിടിച്ചു. അന്നേരം ഇങ്ങ് നേരെ വീട്ടിൽ വന്നിട്ട് രാത്രി 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനും നിമ്മിയും ജാനിയും കൂടെ അമ്പലത്തിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് വെളുപ്പിനത്തേക്കുള്ള തട്ടേപ്പേച്ചിനുള്ള കൊല കിട്ടുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കളിക്കശ്ശേരി അമ്പലത്തിൽ മാത്രമുള്ള ആചാരമാണ് കേട്ടോ. വെളുപ്പാങ്കാലത്ത് 2 മണിക്കാണ് തട്ടേപ്പേച്ച്. ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കരയിലെ കുതിര പകുതി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ തുടർന്ന് മറ്റുള്ള കരയിലെ കുതിരകളും പിന്നെ അതിൻ്റെ കൂടെയുള്ള കാഴ്ചകളും എല്ലാം കൂടെ നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ജാനി പിന്നെ തീർച്ചയായും വഴക്കിടുമല്ലോ. അപ്പോൾ അവിടെ കടയിൽ കയറ്റി ഒരു ബലൂണും പിന്നെ ഒരു അമ്പും മില്ലും മേടിച്ചു കൊടുത്ത് അവിടെ പിടിച്ചു നിർത്തി. അതുകൊണ്ട് കുറച്ചു നേരവും കൂടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ അങ്ങ് നിന്ന്. നമുക്ക് നമ്മുടെ നാട്, നാട്ടുകാര് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഉത്സവങ്ങൾ ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി ചാട്ട് മസാല നമ്മളങ്ങ് പാഴ്സൽ മേടിച്ചോണ്ട് പോയത് കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് വരാത്തവരുണ്ട്. അപ്പോൾ അവർക്കൂടെ കൂടെ കൊടുത്തിട്ട് അവിടെ പോയിരുന്ന് കഴിക്കാന്ന് വെച്ചു. ഞാനും നിമ്മിയും ജാനിയും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് താണ്ടട അമ്പലത്തിൽ നാടൻ പാട്ട് തുടങ്ങിയിട്ടുണ്ടാ. ഇനിയിപ്പം കുഴപ്പമില്ല, അത് കേട്ടോണ്ടങ്ങ് നടക്കാം.